മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ പ്രിയപ്പെട്ട വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷാവാതം പിടിപെട്ട് കിടപ്പിലായി. അദ്ദേഹത്തിന്റെ വേദന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാതരോഗത്തെ തന്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടതകൾ അകറ്റി. ഭട്ടതിരിയെ ഈ രോഗത്തിൽ നിന്നും വിമുക്തനാക്കുവാൻ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷയുടെ പിതാവുമായ എഴുത്തച്ഛൻ അദ്ദേഹത്തോട് മീൻ തൊട്ടുകൂട്ടുവാൻ ആവശ്യപ്പെട്ടു. ഭാഗവതത്തിൽ വിഷ്ണുവിന്റെ കഥ ദശകങ്ങളായി മത്സ്യാവതാരം തൊട്ട് തുടങ്ങുന്നതുപോലെ എഴുതുവാനാണ് എഴുത്തച്ഛൻ പറഞ്ഞതെന്ന് ഭട്ടതിരിക്ക് മനസ്സിലായി. ഗുരുവായൂരിൽ എത്തിയ അദ്ദേഹം അവിടെ ക്ഷേത്രത്തിൽ ഒരു തൂണിന് താഴെയിരുന്ന് ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ വെച്ച് എഴുതി നാരായണീയം ഏകാദശി നാളിൽ ഗുരുവായൂരിന് സമർപ്പിച്ചു. എല്ലാ ദശകത്തിലെയും അവസാനത്തെ ശ്ലോകം തന്റെ രോഗവും കഷ്ടപ്പാടുകളും മാറ്റുവാനായി ഗുരുവായൂരപ്പനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. 100 ദിവസം കൊണ്ട് തന്റെ ശ്ലോകങ്ങൾ പൂർത്തിയാക്കിയ ഭട്ടതിരി 1587 നവംബർ 27 അവസാനത്തെ ദശകമായ ആയുരാരോഗ്യ സൗഖ്യം പൂർത്തിയാക്കി. അതോടെ ഭട്ടതിരിയുടെ രോഗവും സുഖപ്പെട്ടു എന്നാണ് വിശ്വാസം. 100-ാം ശതകത്തിൽ മഹാവിഷ്ണുവിന്റെ പാദം മുതൽ ശിരസ് വരെയുള്ള രൂപത്തെ വർണ്ണന നൽകുന്നു. ശ്ലോകം പൂർത്തിയാക്കിയ ദിവസം അദ്ദേഹത്തിന് വേണുഗോപാലന്റെ രൂപത്തിൽ മഹാവിഷ്ണുവിന്റെ ദർശനം ഉണ്ടായി. അദ്ദേഹത്തിന് അന്ന് 27 വയസ്സായിരുന്നു. പിന്നീട് 86 വയസ്സ് വരെ അദ്ദേഹം ആരോഗ്യ ദൃഢഗാത്രനായി ജീവിച്ചു.